ഹലോ മക്കളെ, പരീക്ഷയ്ക്കുള്ള ഒരു പ്രധാന ചോദ്യമാണ് പത്രവാർത്ത അല്ലെ. പത്രവാർത്ത എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ മുൻ വീഡിയോയിലൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് പത്രവാർത്തയുടെ ഒരു മാതൃക കണ്ടാലോ? നമുക്ക് നോക്കാം അല്ലെ. പത്രവാർത്ത അതിനൊരു തലക്കെട്ട് വേണം, കൃത്യമായിട്ടും സ്ഥലം എവിടെയാണ് എന്ന് നമ്മൾ അറിയണം, അതുപോലെ നടക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയിൽ സത്യസന്ധമായിട്ട് നമ്മൾ എഴുതുകയും വേണം അല്ലെ. വേനൽ മഴ ഭൂമിയെ തണുപ്പിച്ച് ഒരു മഴ പെയ്തതിനെ പറ്റി നമ്മളൊരു വാർത്ത തയ്യാറാക്കുകയാണെങ്കിൽ നോക്കാം. ഇങ്ങനെയാണ്. സ്വന്തം ലേഖകൻ എന്ന് നമ്മൾ എഴുതുന്നത്, നമ്മളൊരു വാർത്ത കൊടുക്കുകയാണെങ്കിൽ സ്വന്തം ലേഖകൻ എന്ന് നമ്മൾ കൊടുക്കും. അതില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ സ്ഥലം വേണം. എൻ്റെ നാട് കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ കോഴിക്കോട് എന്ന് എഴുതുന്നു. അപ്പൊ ബാക്കി നോക്കണേ. കടുത്ത വേനൽ ചൂടിൽ തളർന്നുറങ്ങിയ നാടിന് ആശ്വാസമായി വേനൽ മഴ പെയ്തു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂടിക്കെട്ടിയ ആകാശം 5 മണിയോടെ പെയ്തിറങ്ങുകയായിരുന്നു. വേനൽ മഴയ്ക്ക് പകിട്ടേകാൻ പതിവ് പോലെ ഇടിയും മിന്നലും കാറ്റും ഒപ്പമുണ്ടായിരുന്നു. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമത്താൽ വലഞ്ഞിരുന്നവർക്ക് മഴ അനുഗ്രഹമായി. ഒരു കുഞ്ഞു വാർത്തയാണ്, പക്ഷെ ഇതിലെല്ലാം ഉണ്ട് അല്ലെ. ഇന്നലെ ഒരു മഴ പെയ്തു, ആ മഴയിൽ മറ്റുള്ളവർക്ക് ആശ്വാസമായതും അതിനൊപ്പം ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മാതൃകയാണ്. ഈ ഒരു മാതൃക അനുസരിച്ച് ഏത് വിഷയം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, മനോഹരമായിട്ട് വാർത്ത തയ്യാറാക്കുക. ഇതൊരു കുഞ്ഞു വാർത്തയായതുകൊണ്ടാണ് ഒരു ഖണ്ഡിക. ഇനിയിപ്പോൾ കുറച്ച് അധികമുള്ള ഡീറ്റെയിൽസ് കൂടുതൽ കൊടുക്കേണ്ടതാണെങ്കിൽ അടുത്ത ഒരു പാരഗ്രാഫിലും കൂടെ വാർത്ത എഴുതുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം.